പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഈ ദൃശ്യവിരുന്നിലേക്ക് സ്വാഗതം. ഈ കഥയെ ആധാരമാക്കിയിരിക്കുന്ന സംഭവം നടക്കുന്നത് 2011 ഡിസംബർ 20 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലാണ്, അതായത് കഴിഞ്ഞ ആഴ്ച. ഈ കഥയുമായോ കഥാപാത്രങ്ങളുമായോ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആരെങ്കിലുമായും സാമ്യം തോന്നിയാൽ അത് തികച്ചും മനഃപൂർവ്വമാണ്. ക്ഷമിക്കണം, യാദൃച്ഛികമേ അല്ല. കാരണം ഇതിപ്പോൾ നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ്. നമുക്ക് ദുബായിലെ ബൈറ എന്ന സ്ഥലത്തേക്ക് പോകാം. ബുർജ് ഖലീഫയിൽ നിന്ന് ടോമിന്റെ ചാട്ടം എക്സലന്റ്. നീ എന്തിന്റെ കാര്യം പറയുന്നേ? നമ്മൾ കണ്ട പടം മിഷൻ ഇമ്പോസിബിൾ പാർട്ട് 4ന്റെ കാര്യം. ഓ, ഞാൻ ഓർത്ത് നമ്മുടെ ടോമിന്റെ ആയിരിക്കുന്നു. അവനല്ലേ ഈ വക സാഹസങ്ങളൊക്കെ കാണിക്കുന്നത്. കൊള്ളാം, നിങ്ങളൊക്കെ പടത്തിന് പോയി. എനിക്ക് അവനൊന്നും പറ്റുന്നേ ഇല്ല. എന്തോ നെടേ ഇത്, ആ മെയിൻ സ്വിച്ച് ഇപ്പോഴും കാവൽപ്പണി ഒന്നും നിർത്തിയിട്ടില്ലേടെ. ആരെ? എന്റെ അച്ഛനോ? ഇല്ലടേ, എന്നെ ഒട്ടും വിശ്വാസമില്ല. ശരി, നിന്റെ സങ്കടം ഞങ്ങൾക്ക് മാറ്റാം. നമുക്ക് എല്ലാവരും കൂടെ വൈകിട്ട് കൂടി ഓരോ പെക്കൊക്കെ വിട്ട് കഥയൊക്കെ പറഞ്ഞ് രാത്രി പിരിയാം. എന്താ? ഒന്നും പറ്റത്തില്ല. എന്റെ അച്ഛൻ ഡോർമാനെ പോലും വെല്ലും. മണത്ത് കണ്ടുപിടിക്കുന്ന പുള്ളി കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഡോഗ് സ്ക്വാഡ് പോലും. നീ അതിനൊന്നും വിഷമിക്കണ്ട, നമുക്ക് ടോമിനെ വിളിക്കാം. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഈ ദൃശ്യവിരുന്നിലേക്ക് സ്വാഗതം. ഇവനാണ് ടോമി. നാട്ടിൽ ടോമി എന്നും ദുബായിൽ ടോം എന്നും വിളിക്കപ്പെടും. ഇവനാണ് ഇനി കഥയെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഇവനെ നിങ്ങൾ ശ്രദ്ധിക്കുക. ശരി ശരി, ഓക്കെ, എല്ലാം പറഞ്ഞു മതി. ഓക്കെ, ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കെ, ബൈ. എന്തൊരു മക്കളെ, സുഖങ്ങളൊക്കെ തന്നെ. എല്ലാവരും എവിടെയായിരുന്നു? ഞങ്ങളന്ന് പടത്തിന് പോയി. എന്നാ അത് പടം, ടോം ക്രൂസിന്റെ ഉഗ്രൻ പെർഫോമൻസ്. എന്ത് പെർഫോമൻസ്? അതിലും വലിയൊരു പെർഫോമൻസ് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. എപ്പം? എന്ത് കാണിച്ച നീ പറയുന്നേ? അതൊക്കെ ഉണ്ട്, ഒരു ഉഗ്രനൊരു സ്റ്റണ്ട്. ഫിലിമിൽ പോലും നിങ്ങൾക്ക് ഇങ്ങനൊന്നും കാണാൻ കഴിയില്ല. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഓക്കെ, അത് നീ പിന്നെ പറ. പക്ഷെ അതിന് നമുക്ക് ഇവന്റെ പരിഭവം ഒന്ന് തീർക്കണം. കണ്ടില്ലടാ നീ അവന്റെ നിപ്പ്? എന്തു പറ്റി? എടാ, അവന് ഞങ്ങളോട് പടത്തിന് വരാൻ കഴിഞ്ഞില്ല. അവന്റെ വീട്ടിൽ എന്തോ പ്രാർത്ഥനയായിരുന്നു. ഓ, അത് ശരി, അതാണ് മുഖം മാടിയിരിക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് വാട്ടമൊക്കെ മാറ്റാം. ശരിയാ, വാട്ടവെള്ളം കുടിക്കുക, ഇവന്റെ വാട്ടവും മാറ്റാം. ശരിയാ, 2 വെടിക്ക് 1 പക്ഷി. ഞാനൊരു പണി ഒപ്പിക്കാം. നീ നിന്റെ മൊബൈൽ ഇങ്ങനെ ഹലോ, ആ റെക്സിന്റെ മമ്മിയല്ലേ? ഞാൻ ടോം ആന്റി വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം ആന്റി. പിന്നെ ഇന്ന് വൈകുന്നേരം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പൊ ഞങ്ങൾ 3-4 പിള്ളേരുണ്ട്. ഞങ്ങളെല്ലാം കൂടെ അത് കഴിഞ്ഞ് അവൻ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വിട്ടേക്കാം. ഓക്കെ ആന്റി, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എടാ, മമ്മി എന്ത് പറഞ്ഞടാ? എന്ത് പറയാൻ, 2 സ്തോത്രം, 3 ഹല്ലേലൂയ, ആന്റി ഫ്ലാറ്റ്. ഇവരൊക്കെ പാവങ്ങളാ, ഇവരൊക്കെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാ. നമുക്ക് ബാറിലോട്ട് പോകാം. അങ്ങനെ ആ സന്ധ്യ അവർ ഒരു ആഘോഷമാക്കി മാറ്റി. സ്വന്തം കുടുംബാംഗങ്ങൾ കണ്ടാൽ പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരങ്ങ് ആഘോഷിച്ചു. എടാ, അവനെ പോലീസ് തിരയുന്നു തോന്നേ. വാ, നമുക്ക് ഓടി രക്ഷപ്പെടാം. സർവ്വകാര്യത്തിനും ടോമിനെ കരുവാക്കി അവന്റെ സമ്പത്ത് മുഴുവൻ ചെലവഴിച്ച ഫ്രണ്ട്സ് ആപത്ത് മണത്തപ്പോൾ അവനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. ടോമോ അർദ്ധബോധാവസ്ഥയിൽ പോലീസിന്റെ പിടിയിലുമായി. വീട്ടിൽ സുഖമായി കിടന്നുറങ്ങേണ്ടവൻ ഇന്ന് ജയിലിലാണ് ഉറക്കം. ആപത്ത് വന്നപ്പോ എന്നെ ആർക്കും വേണ്ട. എന്തിനാണ് എന്നെ ജയിലിൽ അടച്ചതെന്ന് പോലും എനിക്കറിയില്ല. റെക്സിനെ ഒന്ന് ഫോൺ വിളിച്ചു നോക്കാം. ആരും ഫോൺ എടുക്കുന്നില്ലല്ലോ. മെസ്സേജ് അയക്കാം. മെസ്സേജ് പോകുന്നില്ലല്ലോ.
ഇത് ടോമിന്റെ കുടുംബം. പാപ്പിച്ചായൻ ടോമിന്റെ അപ്പൻ, മറിയാമ്മ ചേർത്തി ടോമിന്റെ അമ്മ. ചായോ പ്രാർത്ഥനയ്ക്കെന്ന് പറഞ്ഞു പോയ ടോമിനെ കാണാനില്ലല്ലോ. നേരം എത്രയായി? ഇച്ചാനൊന്ന് വിളിച്ചു നോക്കിയേ. പ്രാർത്ഥനയ്ക്ക് വന്നവരെയൊക്കെ വീട്ടിൽ വിടാൻ പോയി. വണ്ടിയൊക്കെ എടുത്തതല്ലേ, കൊച്ചല്ലേ, അവനിങ്ങ് വരും. ശ്ശോ, എന്നാൽ ഇത് എത്ര നേരമായി? ഇവനിത് എവിടാ? ഇച്ചായ, അവൻ വന്നെന്ന് തോന്നുന്നു കേട്ടോ. നോക്കിയാടി. മിസ്റ്റർ പാപ്പച്ചന്റെ വീടല്ലേ? അതെ. പാപ്പച്ചനുണ്ടോ? ഒരു മിനിറ്റ്. ഇച്ചായ, ഇച്ചാനെയാ കേട്ടോ ചോദിക്കുന്നേ. കേറി വരാൻ പറയും. ഒരു ഞാൻ അഡ്വക്കേറ്റ്, ദുബായ് പോലീസിൽ നിന്ന് വരും. വരൂ സാർ, ഇരിക്കൂ. ഇരിക്കാനൊന്നും സമയമില്ല. എന്താണ് സാർ പ്രശ്നം? പറയാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും പറയാതിരിക്കാൻ വയ്യ. ടോം എന്ന ചെറുപ്പക്കാരൻ ഞങ്ങളുടെ മോനാണല്ലോ സാർ. ഇതല്ലേ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ? ഇത് തന്നെ. എന്താ സാർ പ്രോബ്ലം? അയ്യോ, അവനെന്തെങ്കിലും അപകടം? കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് അവൻ ഓടിച്ചുകൊണ്ട് പോയ കാർ ഒരു സ്ത്രീയെ ഇടിച്ചിട്ടു. തത്സമയം മരിച്ചോ? അതിസാഹസികമായ ഈ വണ്ടി സിഗ്നൽ ജമ്പ് ചെയ്യുന്നത് പോലീസിന്റെ ക്യാമറയിൽ പതിഞ്ഞു. ഞങ്ങൾ ഇനി എന്തോ ചെയ്യും? സിനിമയിൽ പോലും വെല്ലുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഇവനെങ്ങനെ ധൈര്യം വന്നു? ഇത് പറയാനാണ് ഞാൻ ഇവിടം വരെ വന്നത്. പിന്നെ ഒരു കാര്യം, നാളെയോ മറ്റന്നാളോ ഇവനെ കോടതിയിൽ ഹാജരാക്കും. നിങ്ങൾ രണ്ടാളും അവിടെ വരണം. ശരി, ഞാൻ ഇറങ്ങുന്നു. ശരി സാർ. നമ്മളിനി എന്തോ ചെയ്യൂ ചായ? നമുക്കിനി ഒന്നേ ചെയ്യാനുള്ളടി, പ്രാർത്ഥന. ഇച്ചാനൊരു കാര്യം ചെയ്യാം, നമ്മുടെ പാസ്റ്റർ ഒന്ന് വിളിച്ചേ. പാസ്റ്ററെ വിളിക്കാം. ദൈവമേ, പ്രാർത്ഥന കഴിച്ചും ഉപവാസത്തിലും കുറച്ച് നാളുകൾ ആ കുടുംബം ചിലവഴിച്ചു. മോനെ, നീ ഒന്ന് നിന്നേടാ. എന്താ മോനെ, ദൈവം നമ്മളെ കൈവിട്ടില്ല മോനെ. നിന്നെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. കുഞ്ഞേ, നിന്റെ അപ്പനും അമ്മയും പ്രാർത്ഥനയിലായിരുന്നു ഇത്രയും ദിവസം. ഏതായാലും കർത്താവ് അവരുടെ പ്രാർത്ഥന കേട്ടു. ഒന്ന് ചുമ്മാതിരിക്കും പാസ്റ്ററെ. നടന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പോലീസുകാരോട് തുറന്നു പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് റിലീസ് കിട്ടിയത്. ചുമേ, നീ ഒരു ദൈവവിളിയുള്ള ദൈവപൈതല. നീ കർത്താവിന്റെ ഭാഗത്തേക്ക് മടങ്ങി വരണം കുഞ്ഞെ. ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ പാസ്റ്ററെ പറയുന്നത്? 2 സ്തോത്രവും 3 ഹല്ലേലൂയയും പറഞ്ഞാ പോരെ? മോനെ, നീ ഇങ്ങനെ ഒന്നും സംസാരിക്കരുത്. പിന്നെ എങ്ങനെ സംസാരിക്കണം? എനിക്ക് കാശിന് കുറച്ച് ആവശ്യമുണ്ട്. അപ്പനെവിടെ? അത് മോനെ, ഞാൻ നിന്നോട് പറയാൻ മറന്നു. പപ്പ പണ്ട് US അപ്ലൈ ചെയ്തിരുന്നില്ലേ ഒരു വിസയ്ക്ക്? ആ വിസ പെട്ടെന്ന് അപ്രൂവലായി. കഴിഞ്ഞ ദിവസം ജോയിൻ ചെയ്യാൻ പറഞ്ഞ് പപ്പയ്ക്ക് കോള് വന്നു. പപ്പയ്ക്ക് പെട്ടെന്ന് പോകേണ്ടതായി വന്നു. കണ്ടില്ലേ, സ്വന്തം മകൻ ജയിലിൽ കിടന്നിട്ട് കൂടി കാണാൻ വരാത്തപ്പൻ. ഇങ്ങനെയുള്ള ഇവരെ കണ്ട് പഠിക്കണം ഞാൻ. എങ്ങനെ ദൈവഭാഗത്ത് വരണോ നിങ്ങൾ ഈ പറയുന്നത്? കുഞ്ഞെ, നിനക്ക് നിന്റെ അപ്പനെയും അമ്മയും കണ്ടു പഠിക്കണ്ടെങ്കിൽ ഒരു കാര്യം കുഞ്ഞു നോർത്തേ. നിനക്ക് വേണ്ടി കർത്താവ് മരിച്ചു. ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിനക്ക് വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കുക. ആ കർത്താവ് നിന്റെ മടങ്ങിവരവ് ആഗ്രഹിക്കുന്നുണ്ട് കുഞ്ഞെ. അങ്ങനെ എനിക്ക് 2 ദിവസം മുമ്പേ റിലീസ് കിട്ടിയേനെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ജീവിക്കുന്ന ഒരു സാക്ഷി എനിക്ക് കാണിച്ചു തരാൻ പറ്റും. അങ്ങനെ ഒരു സാക്ഷി ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഞാൻ ആ വ്യക്തിയെ നോക്കി പഠിക്കാം. എന്റെ ശീലങ്ങളെല്ലാം ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ചുമേ, യേശുവാണ് കുഞ്ഞെ ഏറ്റവും വലിയ സാക്ഷി. മോനെ, നിനക്ക് റിലീസ് കിട്ടിയത് എങ്ങനെയെന്ന് അമ്മ നിന്നോട് പറയാം. ജീവിച്ചിരിക്കുന്ന ഒരു സാക്ഷിയെയും നിനക്ക് ഞാൻ കാട്ടിത്തരാം. നീ ഇത്രയും നാളും തള്ളിപ്പറഞ്ഞ, ദുഷിച്ച് പറഞ്ഞ നിന്റെ അപ്പ
ഇപ്പോൾ ജയിലിലാണ്. അമ്മ എന്താണ് ഈ പറയുന്നത്? സത്യമാണ് മോനെ. പപ്പ US പോയി എന്ന് അമ്മ മോനോട് കളവ് പറഞ്ഞതാ. ഇല്ല, നിന്റെ ശിക്ഷകൾ ഏറ്റുവാങ്ങി നിനക്ക് വേണ്ടി പപ്പ ഇപ്പോൾ ജയിലിലാണ്. മോനെ, നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ യേശു ഏറ്റുവാങ്ങിയതുപോലെ നിന്റെ തെറ്റിന്റെ ശിക്ഷ നിന്റെ അപ്പ ഏറ്റുവാങ്ങി മോനെ. അപ്പാ, എന്നോട് ക്ഷമിക്കണമേ അപ്പാ. ക്രൂസിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയാത്തതായി യാതൊന്നുമില്ല. 2000 വർഷങ്ങൾക്ക് മുൻപ് ജയിൽ പിളർന്ന് പത്രോസിനെ മോചിപ്പിച്ചതുപോലെ ആ അദൃശ്യകരം പാപ്പിച്ചായനെ രക്ഷപ്പെടുത്തി. എങ്ങനെയെന്നല്ലേ? രാജ്യാന്തര കുറ്റങ്ങൾക്ക് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു സ്ത്രീയെയാണ് ടോമിന്റെ കാർ അടിച്ചത്. നിയമം ദൈവം ടോമിന്റെ കുടുംബത്തിന് വേണ്ടി മാറ്റി എഴുതി. അത് ടോമിനും അനുകൂലമായി. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, സ്നേഹിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക. സ്വയത്തിൽ പ്രശംസിക്കുന്ന യുവതലമുറയെ നിങ്ങളുടെ ആശ്രയം എപ്പോഴും ദൈവത്തിലായിരിക്കട്ടെ. ഇപ്പോൾ ടോം പിതാവിനെ ജോലി കാര്യങ്ങളിൽ സഹായിക്കുന്നു. ചർച്ചിന്റെ പ്രവർത്തനങ്ങൾക്ക് മുൻകൈയെടുത്ത് തന്റെ സാക്ഷ്യത്തിലൂടെ മറ്റുള്ള സാക്ഷികളെ ഉളവാക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൽ സന്തുഷ്ട കുടുംബം. പാപ്പിച്ചായന്റെയും ടോമിന്റെയും മറിമ ചേട്ടന്റെയും സന്തോഷത്തിലേക്ക് നമുക്കും പങ്കുചേരാം. യേശു तेरा नाम सबसे ऊंचा है, यीशु तेरा नाम सबसे ऊंचा